സ്വന്തം അജോ ധ്രുവ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പം പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മോഡലാകാമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ആംഗിളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മോഡലാകാൻ പറ്റും. ബോഡി പാർട്സ് മോഡലിംഗ് എന്ന് പറയും ഞാനിപ്പോൾ ഈ പറയുന്ന കാറ്റഗറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട്, ഇപ്പം ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യമാണ് നമ്മളിപ്പം എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് നല്ല സുന്ദരമായിട്ടുള്ള പല്ലുകൾ വേണം. അപ്പോൾ അതിൻ്റെ ക്ലോസ് ഷോട്ടുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ പരസ്യമാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഷാമ്പൂവിൻ്റെ പരസ്യമാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ സുന്ദരമായിട്ടുള്ള ഹെയർ നമുക്ക് ആവശ്യമാണ്. സോ പിന്നെ ജുവലറിയുടെ ഒരു ഉദാഹരണത്തിന് ഒരു കമ്മലിൻ്റെ പരസ്യമാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് നല്ല സുന്ദരമായിട്ട് അത് ഇട്ടേക്കുന്ന കാതുകളുടെ ഇത് ആവശ്യമുണ്ട്. കാലുകളുടെ ചെരുപ്പുകളുടെ ഇതാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സുന്ദരമായിട്ടുള്ള കാലുകൾ നമുക്ക് ആവശ്യം. ഇനി ഒരു പവർ ടൂളിൻ്റെ പരസ്യമാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ ബലമുള്ള പുരുഷന്മാരുടെ കൈകൾ നമുക്ക് ആവശ്യം. സോ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനെ നമ്മൾ ബോഡി പാർട്ട് മോഡലിംഗ് എന്നാണ് പറയുന്നത്. ഇത് വളരെ സാധ്യതയുള്ള ഇതാണ്. ഫോട്ടോയ്ക്കാണേലും TVCയിലേക്കാണേലും ഇത്തരത്തിലുള്ള ബോഡി പാർട്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മോഡലിംഗ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ സ്പെസിഫിക്കലി നിങ്ങളുടെ കൂടുതൽ സൗന്ദര്യമുള്ള ബോഡി പാർട്സ്, തലമുടിയാകാം, കൈകളാകാം, കാലുകളാകാം. അപ്പോൾ നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മോഡലിംഗ് രംഗത്തേക്ക് വരാവുന്നതാണ്. ബോഡി പാർട്ട് മോഡലായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. സാധാരണ മോഡലിങ്ങിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അത് ലഭിക്കും. കാരണം ബോഡി പാർട്സ് മോഡലിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറി വളരെ വിരളമായിട്ടേ ഉള്ളൂ കേരളത്തിലെ ആളുകൾ ചെയ്യുന്നുള്ളൂ. അത്തരത്തിൽ പൈസ നന്നായി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. നിങ്ങളുടെ സുന്ദരമായ ബോഡി പാർട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്, അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് സാധനങ്ങളും ഒക്കെ നിങ്ങൾ എടുക്കുക, ഏജൻസികളിലേക്കൊക്കെ അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടുന്നതാണ്. അപ്പം എല്ലാവർക്കും മോഡലാകാം എന്ന് ഞാൻ പറഞ്ഞത് ഒരു സാമ്പിളാണ്. വരുന്ന ദിവസങ്ങളിൽ വീണ്ടും കുറേ കാര്യങ്ങൾ മോഡലിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പരസ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ മോഡലിംഗ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.